ഈ ഹാർട്ട് ഡിസീസിന് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നതിൽ നേരത്തെ പറഞ്ഞ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പൊണ്ണത്തടി, പിന്നെ സ്മോക്കിംഗ്, അതേപോലെ പാരമ്പര്യം, അതിനേക്കാൾ ഉപരി സ്ട്രെസ് എന്നൊരു വാക്കുണ്ട്. സ്ട്രെസ്സ് ഹൃദ്രോഗത്തിന് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് കാര്യം. ഒന്ന് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ജീൻ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ സ്ട്രെസ്സ്, ഇന്ന് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. LKG കുട്ടിയോട് ചോദിച്ചാൽ പോലും കുട്ടിക്ക് ടെൻഷനാണെന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ്സിനെ ഒഴിവാക്കാനുള്ള പല മെത്തേഡുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ലത് ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. പിന്നെ രണ്ടാമത്തത് നമുക്ക് ഈ യോഗ പോലെ അല്ലെങ്കിൽ പ്രാർത്ഥന, നമുക്കൊരു ഒരു ഈശ്വര വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ ആരെങ്കിലും ഭാരം ഏൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അതേപോലെ നമ്മൾ ഈ പ്രാണായാമ പോലുള്ള യോഗ ആക്ടിവിറ്റീസ്, ബ്രീത്തിങ് എക്സസൈസ്, ഈവൻ ഒന്നുമില്ലെങ്കിൽ ജോഗിങ് ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ഓൾസോ വിൽ റെഡ്യൂസ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കഴിയാവുന്നതാണ്. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നെനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഉള്ള സ്ട്രെസ്സ് നമ്മൾ മിനിമൈസ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലേക്കാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രായോഗികമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്.